അഊസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖിലാഫത്ത് ഒരു താത്വിക അവലോകനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രവാചക പ്രഭു ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായി, മാ കാനത്തിൻ നുബുവത്തു ഖത്തു ഇല്ലാ തബിഅത്തുഹാ ഖിലാഫ. ഖിലാഫത്തിൻ്റെ പിന്തുടർച്ചയില്ലാത്ത ഒരു നുബുവത്തും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബനു ഇസ്രായേലിയരെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പായി ഈജിപ്തിൻ്റെയും ഫലസ്തീൻ്റെയും മാർഗമധ്യേ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം വഫാത്താവുകയുണ്ടായി എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. ആ സമയത്ത് ഹസ്രത്ത് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാമിനെ അള്ളാഹു ഖലീഫയായി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം തുടങ്ങിവെച്ച ദൗത്യത്തെ ഹസ്രത്ത് യൂഷ ബിൻ നൂൻ അലൈഹിസ്സലാം ഏറ്റെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിലാണ് യഹൂദർ അർദ് മുഖദ്ദസിൽ അഥവാ പുണ്യഭൂമിയിൽ വിജയശ്രീലാളിതരായി പ്രവേശിച്ചത്. ഖുലഫായ റാഷിദീങ്ങളാണ് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിവെച്ച ദൗത്യത്തെ മുന്നോട്ട് നയിച്ചത്. 1905 പ്രസിദ്ധീകരിച്ച അൽ വസിയ്യത്ത് എന്ന ഗ്രന്ഥത്തിൽ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലിഹിസ്സലാം തനിക്ക് ലഭിച്ച വെളിപാടുകളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് 2-3 വെളിപാടുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഖറുബ അജലുക്കൽ മുഖദ്ദർ, തൻ്റെ സമയം ആസന്നമായിരിക്കുന്നു, ബഹുത് തോടെ ദിൻ രഹ ഗയേ ഹൈ, വളരെ കുറച്ച് ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തുടങ്ങിയ വെളിപാടുകൾ ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ആസന്നമായ വിയോഗത്തെപ്പറ്റി അള്ളാഹു തന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് ഹസ്രത്ത് മസീമൂദ് അലൈഹി ഇസ്ലാം പ്രസ്താവിക്കുകയുണ്ടായി. ഹസ്രത്ത് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷവും അതുപോലെ തന്നെ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും എപ്രകാരം ഖിലാഫത്ത് സ്ഥാപിതമായോ അപ്രകാരം തന്നെ തൻ്റെ വിയോഗശേഷവും ഖുദ്റത്തെ സാനിയ അഥവാ രണ്ടാം ദിവ്യശക്തി പ്രഭാവം വെളിപ്പെടുന്നതായിരിക്കുമെന്നും അതു മുഖേന ഖിലാഫത്ത് വ്യവസ്ഥിതി അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ സ്ഥാപിതമാവുന്നതാണ് എന്നും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം പ്രവചിക്കുകയുണ്ടായി. 1908 മെയ് 26 ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലിഹിസ്സലാം വഫാത്താവുകയുണ്ടായി. 1908 മെയ് 27 അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നുബുവത്തിൻ്റെ മാർഗത്തിലുള്ള ഖിലാഫത്ത് വ്യവസ്ഥിതി സ്ഥാപിതമാവുകയുണ്ടായി. ഹസ്രത്ത് മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു ഖലീഫത്തുൽ മസീഹിൽ അവ്വലായി തിരഞ്ഞെടുക്കപ്പെട്ടു. നാം ഇപ്പോൾ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദഹുല്ലാഹു തആല ബിനസ്രിഹിൽ അസീസിൻ്റെ അനുഗ്രഹീത കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഇന്നിവിടെ ഖിലാഫത്ത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചില സുപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ മിഷണറിയായ മൗലവി PK അംനാസ് സാഹിബും വഖഫെ സിന്ദഗിയായ മുഹമ്മദ് അദ്നാൻ സാഹിബുമാണ്. ഞാൻ ഇരുവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് പരാമർശിച്ച സന്ദർഭങ്ങളിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റുവാൻ വേണ്ടി ഒരു ഇമാം മഹദി ആഗതനാകുമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇമാം മഹദിയും ആഗതനായി. ഇമാം മഹദിക്ക് ശേഷം ഒരു ഖിലാഫത്ത് വ്യവസ്ഥിതിയും സ്ഥാപിതമായി. എന്നിരിക്കെ ഇപ്പോൾ നാം മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കുമ്പോൾ വളരെ ശോചനീയമാണ്, അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടിലൂടെയാണ് മുസ്ലിം ഉമ്മത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്, ഇമാം മഹദി ആഗതനായിട്ടും അതുപോലെ തന്നെ ഒരു ഖിലാഫത്ത് വ്യവസ്ഥിതി സ്ഥാപിതമായിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇത്ര കഷ്ടപ്പാടിലൂടെ കഴിഞ്ഞു പോകുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു വിഷയം ചർച്ച ചെയ്യാം. തീർച്ചയായും ഇമാം മഹദി ആഗതനായി, അതുപോലെ തന്നെ ഇമാം മഹദിക്ക് ശേഷമുള്ള ഖിലാഫത്ത് വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അംഗങ്ങൾ.
ഇമാം മഹ്ദി ആഗതനായിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുമെന്നും മുസ്ലിം സമുദായത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നതാണ്. അതായത് മുസ്ലിം ഉമ്മത്തിൻ്റെ ശോചനീയാവസ്ഥ പരാമർശിച്ചെടുത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള പ്രതിവിധി അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക മെഹദി ഇമാം ആഗതനായിക്കൊണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, അല്ലെങ്കിൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ആക്ഷേപമാണ്. അതായത് ഇമാം മഹ്ദി സത്യവാനാണെങ്കിൽ, അഹമ്മദിയ ഖിലാഫത്ത് ദൈവികമാണെങ്കിൽ, പിന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ശോചനീയാവസ്ഥ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനോട്, മുസ്ലിം സമുദായത്തോട് പറഞ്ഞത്, ഇമാം മഹ്ദി വന്നാൽ അദ്ദേഹത്തെ നിങ്ങൾ സ്വീകരിക്കണം. അതിനുവേണ്ടി മഞ്ഞുമലകളിൽ മുട്ടുകളിൽ മേൽ ഇഴഞ്ഞു പോയിട്ടാണെങ്കിലും അദ്ദേഹത്തെ കാണണം, അദ്ദേഹത്തിന് എൻ്റെ സലാം എത്തിക്കണം എന്നാണ്. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇമാം മഹ്ദി ആഗതനായിക്കൊണ്ട് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി താനാണ് മഹ്ദി ഇമാമെന്നും താനാണ് മസീഹെന്നും വാദിച്ച സമയത്ത് പൊതു മുസ്ലിങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ നിരാകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു തിടുക്കം കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇമാം മഹ്ദി ആഗതനായിക്കൊണ്ട് ഇമാം മഹ്ദി വന്നതിൻ്റെ ഗുണഭോക്താക്കളാകണമെങ്കിൽ ഇമാം മഹ്ദി അംഗീകരിക്കേണ്ടതുണ്ട്. ഏതുപോലെ പകൽ സൂര്യൻ ഉദിക്കുമ്പോൾ നാം നമ്മുടെ ഭവനങ്ങളിൽ വാതിലുകളും അതുപോലെ തന്നെ ജനവാതിലുകളും കിളിവാതിലുകളും ഒക്കെ കൊട്ടിയടിച്ചിരിക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ആ പ്രഭാകരണം നമ്മിലേക്ക് എത്തുന്നതല്ല. അപ്പോൾ സൂര്യനെ പഴിച്ചതുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇമാം മഹ്ദി അംഗീകരിക്കേണ്ടതും ഇമാം മഹ്ദി വന്ന കാര്യം മനസ്സിലാക്കേണ്ടതും അതുപോലെ തന്നെ ഇമാം മഹ്ദിയെക്കുറിച്ച് കാത്തിരിക്കാൻ വേണ്ടിയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിർദ്ദേശത്തെ നമ്മൾ മുൻതൂക്കം നൽകിക്കൊണ്ട് അതിനായി നമ്മൾ അന്വേഷിക്കേണ്ടതും ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. ഇമാം മഹ്ദി അംഗീകരിച്ചില്ല എന്ന ഒരു കാരണം കൊണ്ട് തന്നെയാണ് മുസ്ലിം ലോകത്ത് ഇന്ന് നിലവിലിരിക്കുന്ന ഈ ഒരു സാഹചര്യമുള്ളത്. കാരണം മുസ്ലിം ലോകം വളരെ ഭിന്നതയിലാണ്, പരസ്പരം കലഹിച്ചും തമ്മിൽ തല്ലിയും അതുപോലെ ഛിദ്രതയിലും ഭിന്നിപ്പിലും ഒക്കെയാണുള്ളത്. എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, പഞ്ചാബിൽ നിന്നുള്ള ഒരു പൊളിറ്റീഷ്യൻ, ഒരു സിഖുകാരൻ ഈ അടുത്ത് ഒരു പ്രസ്താവന ഇറക്കിയുണ്ടായി. അതായത് ഗസയിലെ പ്രശ്നം നടക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, ഇന്ത്യയിൽ 2% കുറവ് മാത്രമേ സിഖ് മതസ്ഥരുള്ളൂ, എന്നാൽ സിഖ് മതസ്ഥരുടെ ഇടയിൽ ഐക്യമുണ്ട്. പഞ്ചാബിൽ അവരാണ് ഭരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഈ ഐക്യം കാരണം, അവരുടെ ഈ ഒത്തൊരുമ കാരണം മറ്റ് ബഹുഭൂരിപക്ഷം ആളുകളെ കവച്ചു വെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം സമുദായത്തെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരുപാടുണ്ട്, സിഖുകാരെക്കാളും ഒരുപാടുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ ഛിദ്രതയുണ്ട്, ഭിന്നിപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടാത്തതും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവർക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്ന് സഹായം എത്താത്തതും എന്ന് പറയുകയുണ്ട്. വളരെ വളരെ കൃത്യമായൊരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം ഇറക്കിയത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, മസീമോദ് വന്നു ആഗതനായി, എന്നാൽ അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിൻ്റെ കടമയാണ്. അത് സ്വീകരിക്കാത്തിടത്തോളം ആ പ്രശ്ന പരിഹാര മാർഗങ്ങൾ അവരിലേക്ക് എത്തുന്നതല്ല, അതവർക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നതുമല്ല. മുസ്ലിം ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇസ്ലാം ഇന്ന് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മുസ്ലിങ്ങളാകട്ടെ സംസ്കാരശൂന്യരായ ഉലമാക്കളുടെ കെണിയിൽപ്പെട്ട് ലോകം അവമതിക്കുന്ന, ലോകം അപഹസിക്കുന്ന പരിഹാസപാത്രങ്ങളായി മാറിയിരിക്കുന്നു. പരിഷ്കൃത സമൂഹങ്ങളെ കാണുന്ന പോലെയാണ് ഇന്ന് ലോകം മുസ്ലിങ്ങളോട് പെരുമാറുന്നത്. ആഭ്യന്തര യുദ്ധങ്ങളുടെയും അശാന്തിയുടെയും അരാജകത്വത്തിൻ്റെയും കേന്ദ്രങ്ങളാണ് പല മുസ്ലിം രാജ്യങ്ങളും. യമനിലെയും പലസ്തീനിലെയും അഫ്ഗാനിസ്ഥാനിലെയും അവസ്ഥയെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇനി ദരിദ്രരായ മുസ്ലിം രാഷ്ട്രങ്ങളാവട്ടെ, അവർ തികച്ചും ഭക്തിശൂന്യവും ഇസ്ലാമിൻ്റെ മാനവിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതും മർദ്ദിതരെ സഹായിക്കാത്തവരും ദരിദ്രരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാത്തവരുമാണ്. പല രാജ്യത്തലവന്മാരും സുഖലോലുപരും പൗരന്മാരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യുന്നവരുമാണ്. മുസ്ലിങ്ങൾ യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ കൈവിട്ടുകൊണ്ട് ഗോത്ര സ്വഭാവത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആചരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് ഒത്തൊരുമയില്ല, അല്ലെങ്കിൽ ഇവർ ഐക്യത്തിലല്ല എന്ന് മറ്റു സമുദായങ്ങൾ പോലും ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. കൂട്ടം തെറ്റിയ ആടുകളെ പോലെ ചെന്നായ്ക്കളുടെ ആക്രമണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും വിധേയരായി ആത്മാഭിമാനമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു ജനസമൂഹമായി
ഇന്ന് മുസ്ലിങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ രീതിയിൽ അക്രമവും അഴിമതിയും അധർമ്മവും നിറഞ്ഞ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഹസ്രത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന് ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾക്ക് ഒരു സുവാർത്ത കൂടിയും ആ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനം ചെയ്തിട്ടുണ്ട്. ഹക്കമൻ അദലനായ ഒരു യുഗപുരുഷൻ്റെ അവതാരത്തെപ്പറ്റി ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സുവാർത്ത നൽകിയിരിക്കുന്നു. ഭൂമിയിൽ ഒരു ദൈവനിയോഗിതൻ വന്നു, അതായത് ഭൂമിയിൽ ഒരു താക്കീതുകാരൻ വന്നു, പക്ഷേ മുസ്ലിം ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ഇക്കാലത്തെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ കപ്പലായ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത്, ഈ ജമാഅത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ അവർ പ്രവേശിച്ചില്ല എന്നുള്ളതാണ് കാര്യം. ഇന്ന് ഈ കപ്പലിൻ്റെ അമരക്കാരൻ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 5ാം ഖലീഫയായിരിക്കുന്ന ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യത്തുല്ലാഹു തആലയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കീഴിൽ അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് അനുദിനം വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുകയും യഥാർത്ഥ ഇസ്ലാമിക അധ്യാപനങ്ങളെ ലോകത്തെ നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് കരകയറ്റാനായുള്ള യത്നങ്ങളിൽ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് ചെയ്യുന്നത്. ദൈവനിയുക്തരായവർ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ സുന്നത്ത് എന്നുള്ളത് കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി എന്നുള്ളതാണ്. തീർച്ചയായും അന്തിമ വിജയം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉള്ളതാണ് എന്നുള്ളതാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ നിലവിലെ ഖലീഫ ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദഹുല്ലാഹു തആല ബിൻ അസിൽ അസീസ് പല വേദികളിലും ഇപ്പോഴത്തെ സമകാലീന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. തീർച്ചയായും ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് അയ്യദുല്ലാ തആല ബിൻ അസിൽ അസീസ് പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അവിടെയുള്ള പാർലമെൻറ്റുകളിലും അതുപോലെ മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സുകളിലൊക്കെ ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ സുവർണ അധ്യാപനങ്ങൾ അവതരിപ്പിക്കുകയും ഈ ഇസ്ലാമിക അധ്യാപനങ്ങൾ കൈക്കൊള്ളാത്തിടത്തോളം, അതായത് രാഷ്ട്രങ്ങൾ നീതിതത്വങ്ങൾ പാലിക്കാത്തിടത്തോളം, ഇസ്ലാമിക അധ്യാപനങ്ങൾ അവർ സ്വീകരിക്കാത്തിടത്തോളം ഈ പ്രതിസന്ധികൾക്കൊന്നും തന്നെ ഒരു പരിഹാരമുണ്ടാകുകയില്ല എന്ന് ഉച്ചസ്ഥരം പ്രസ്താവിക്കുകയുമുണ്ടായി. അതിന് ഏതാനും ഉദാഹരണങ്ങൾ ഞാൻ പറയാം. 2008 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്ന് ആഗോള പ്രതിസന്ധി ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ ഹുദൂർ തിരുമനസ് പ്രഭാഷണം നിർവഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2012 ജർമ്മനി മിലിറ്ററി ഹെഡ് ക്വാർട്ടേഴ്സിലും, അതുപോലെ 2012 UK 9ാം വാർഷിക പീസ് സിമ്പോസിയത്തിലും, 2012 അമേരിക്കയിലെ ക്യാപിറ്റൽ ഹിൽ വാഷിങ്ടണിലും അങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർശിക്കുകയുണ്ടായി. സന്ദർശിച്ച് അവിടെ ഇസ്ലാമിക അധ്യാപനങ്ങൾ വിവരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ സുന്ദരമായ അധ്യാപനങ്ങൾ വിവരിക്കുകയുണ്ടായി. ഇസ്ലാമോ ഫോബിയ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണിത്. അതുപോലെ തന്നെ ജിഹാദ്, അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പല അധ്യാപനങ്ങളും വികലമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം, വസ്തുത ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചതും മുസ്ലിങ്ങളെ തന്നെയും ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ സ്വായത്തമാക്കാൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഹദരത്ത് മിർസ മസ്റൂർ അഹമ്മദ് അയ്യദുല്ലാ തആല ബിൻ അസിൽ അസീസ് സുപ്രധാനമായും ചില കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ള അശാന്തിയും അസമാധാനവും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവിലേക്ക് തിരിയുക എന്നതാണ്. അപ്പോൾ ന്യായമായും ചോദ്യം ഉന്നയിക്കപ്പെടാം, ദൈവവിശ്വാസികളായതുകൊണ്ട് മാത്രം എല്ലാ പ്രശ്നങ്ങളും മാറുമോ എന്ന്. തീർച്ചയായും മാറും. കാരണം ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്നത് റബ്ബുൽ ആലമീനാണ്, സകല പ്രപഞ്ചങ്ങളുടെയും നാഥനാണ്, അതുപോലെ തന്നെ സകല ചരാചരങ്ങളുടെയും പരിപാലകനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നാം എല്ലാവരും ആ ദൈവത്തിൻ്റെ പടച്ചവൻ്റെ സന്തതികളാണ്, കുടുംബമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ഖൽഖു അയാലുള്ള, ഈ മനുഷ്യ സൃഷ്ടിപ്പ് ഒക്കെ തന്നെ അള്ളാഹുവിൻ്റെ കുടുംബമാണെന്ന് പറയുകയുണ്ടായി. ഈ ഒരു കുടുംബ ബന്ധം മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഈ ശക്തരായവർ അശക്തരായവരെ ദ്രോഹിക്കുകയില്ല, അതുപോലെ തന്നെ ഈ കഴിവുള്ളവരും അധികാരമുള്ളവരും കഴിവില്ലാത്തവരെ വേട്ടയാടുകയില്ല. ഇങ്ങനെയുള്ള സാഹചര്യമൊന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഒന്നാമത്തെ പ്രധാനമായ സംഗതി അതാണ് നമുക്ക് ഉണർത്തി തന്നത്. പ്രധാനമായിട്ടുള്ള പരിഹാരമെന്ന് പറയുന്നത് ഹുസൂർ പറഞ്ഞത് ദൈവത്തിലേക്ക് ആളുകൾ തിരിയുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് US ക്യാപിറ്റൽ ഹിൽ പ്രഭാഷണത്തിൽ ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി, ഈ ലോകത്ത് മനുഷ്യനിർമ്മിത നിയമങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ദൈവിക നിർമ്മിത നിയമങ്ങളുമുണ്ട്.
മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ വളരെ അധികം പരിമിതികളുണ്ടാകാം. പക്ഷേ അള്ളാഹുവിനാൽ അല്ലെങ്കിൽ ദൈവിക നിർമ്മിത നിയമങ്ങളിൽ ഒരിക്കലും ഒരു തെറ്റുമുണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഹുസൂർ പറഞ്ഞത്, എല്ലാവരും ദൈവിക നിർമ്മിത നിയമങ്ങളിലേക്ക് തിരിയുമ്പോൾ മാത്രമേ മനുഷ്യന് സമാധാനം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. അത് തീർച്ചയായും താങ്കൾ ഇവിടെ സൂചിപ്പിച്ചു, ദൈവത്തിലേക്ക്, സ്രഷ്ടാവിലേക്ക് സൃഷ്ടികൾ, അതായത് മനുഷ്യർ എല്ലാവരും തിരിയണം, ശ്രദ്ധ തിരിക്കണം, ദൈവവിശ്വാസികളാകണം. അങ്ങനെ മാത്രമേ ദൈവനിർമ്മിത നിയമങ്ങൾ പാലിക്കപ്പെടുമ്പോൾ മാത്രമേ ലോകത്ത് ക്രമസമാധാനം നിലനിൽക്കപ്പെടുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. തീർച്ചയായും ഇങ്ങനെ ഏകദൈവത്തിലേക്ക് തിരിയുന്നതോടൊപ്പം ഹുസൂർ തിരുമനസ് പറഞ്ഞത് ദൈവനിർമ്മിതമായ നിയമങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് ദൈവം ഇക്കാലത്തേക്കും സകലകാലത്തേക്കുമായി ഇഷ്ടപ്പെട്ട, തൃപ്തിപ്പെട്ട, തിരഞ്ഞെടുത്ത മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നിയമാവലികൾ ലോക രാഷ്ട്രങ്ങൾ സ്വായത്തമാക്കുമ്പോൾ, പാലിക്കുമ്പോൾ മാത്രമേ ലോകത്ത് ക്രമസമാധാനം നിലനിൽക്കപ്പെടുകയുള്ളൂ എന്നതായിരുന്നു ഹസ്രത്ത് മിർസ മസ്റൂർ അഹമ്മദ് അവതരിപ്പിച്ച രണ്ടാമത്തെ പരിഹാര മാർഗം എന്ന് പറയുന്നത്. അതായത് ഇസ്ലാം ഏതൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ വെച്ചിരിക്കുന്നത്, നീതി പാലിക്കണം, സഹവർത്തിത്വം ഉണ്ടാകണം, സഹിഷ്ണുത ഉണ്ടാകണം, അതുപോലെ തന്നെ രാജ്യത്തിനോട് കൂറുണ്ടാകണം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാ തലങ്ങളിലുമുള്ള കൃത്യമായ അധ്യാപനങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അധ്യാപനങ്ങൾ പാലിക്കപ്പെടണം എന്നതായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഖലീഫ ഹുസൂർ തിരുമനസ് മുന്നോട്ട് വെച്ച രണ്ടാമത്തെ പരിഹാര മാർഗനിർദ്ദേശം. ഹുസൂർ തിരുമനസ് പല വേദികളിലും ഉദ്ധരിച്ച ഒരായത്താണ് സൂറ മാഇദയിലെ വലാ യജ്രിമന്നക്കും ഷനാനു ഖൗമിൻ അലാ അല്ലാ തഅദിലു യഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അതിലിന് അഥവാ നീതിക്ക്, ന്യായത്തിന് വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ ആയത്തിലും പ്രസ്താവിക്കപ്പെട്ടത് അതുതന്നെയാണ്. നിങ്ങളുടെ ശത്രു സമൂഹമാണെങ്കിൽ കൂടി നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ, അതുപോലെ നിങ്ങൾ വ്യവഹാരം നടത്തുമ്പോൾ നീതി പാലിക്കപ്പെടണം. ശത്രുവാണ്, എതിരാളിയാണ്, നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചവനാണ് എന്ന് കരുതി ഒരിക്കലും നീതി തത്വങ്ങൾ പാലിക്കപ്പെടാതെ നീതി തത്വങ്ങൾ അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന് ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി. ഈ രണ്ടാമത് പറഞ്ഞ പരിഹാരം എന്ന് പറയുന്നത് ഈ നീതി തത്വങ്ങൾ പാലിക്കണം, ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ സ്വായത്തമാക്കണം എന്നതാണ്. മൂന്നാമതൊരു കാര്യം ഹുസൂർ തിരുമനസ് പറഞ്ഞത്, എല്ലാ മതഗ്രന്ഥങ്ങളിലും എല്ലാ മതസമൂഹങ്ങളിലും വരും കാലത്ത് ഉള്ള ഒരു യുഗ പരിഷ്കർത്താവിനെ കുറിച്ച് ഉള്ള പ്രവചനമുണ്ട്. ഇസ്ലാമിൽ മാത്രമല്ല മറ്റെല്ലാ മതങ്ങളിലുമുണ്ട്. അങ്ങനെ എല്ലാ മതങ്ങളെയും ഏകോപിപ്പിക്കാൻ വേണ്ടി വന്ന കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി വന്ന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വീകരിക്കാത്തിടത്തോളം കാലം, ദൈവനിയുക്തനായ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാമിൻ്റെ പാഠങ്ങൾ സ്വീകരിക്കാത്തിടത്തോളം ലോകത്ത് ക്രമസമാധാനം നിലനിൽക്കപ്പെടുകയില്ല എന്നും അടിവരയിട്ട് ഹുസൂർ തിരുമനസ് പറയുകയുണ്ടായി. ഇതുകൊണ്ടൊന്നും അർത്ഥമാക്കുന്നത് ലോകം മുഴുവനും അഹമ്മദികളാകണം അല്ലെങ്കിൽ മുസ്ലിങ്ങളാകണം എന്നല്ല. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ യഥാർത്ഥ നിലയിൽ അവതരിപ്പിക്കുന്നത് അഹമ്മദിയ മുസ്ലിം ജമാഅത്ത് മാത്രമാണ്. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ വന്ധ്യ സ്ഥാപകനാണ് ഇസ്ലാമിൻ്റെ തനതായ സുന്ദരമായ മുഖം ലോകത്തിന് കാഴ്ചവെക്കുന്നത്. അതിലേക്ക് ശ്രദ്ധ ചെലുത്താത്ത പക്ഷം ഒരു തരത്തിലും ഈ ആഗോള പ്രതിസന്ധികളൊന്നും തന്നെ ദൂരീകരിക്കപ്പെടുന്നതല്ല. ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സയ്യദല്ലാഹു തആല ബിൻ അസിൽ അസീസ് നിർദ്ദേശിച്ച ഈ പരിഹാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. നാം ഇപ്പോൾ ഇമാം മഹദി ആഗതനായതിനെക്കുറിച്ചും അതുപോലെ തന്നെ ഖലീഫത്തുൽ മസീഹ് ഖാമിസ് സയ്യദല്ലാഹു തആല ബിൻ അസിൽ അസീസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥക്ക് വേണ്ടി ഹുസൂർ മുന്നോട്ട് വെച്ച പരിഹാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പരാമർശിച്ചു, ചർച്ച ചെയ്തു. ഈ ഖിലാഫത്തിനെ കുറിച്ചും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട്. അതായത് അഹമ്മദികളുടെ പക്ഷം ഖലീഫ ഖുദാ ബനാത്ത ഹെ, അല്ലെങ്കിൽ ഖലീഫയെ അള്ളാഹു ആണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് അഹമ്മദികൾ പറയുന്നത്. പക്ഷേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഖിലാഫത്ത് ഇലക്ട്രൽ കോളേജ് അല്ലെങ്കിൽ ഖലീഫയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു തിരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അള്ളാഹു ആണ് ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ കഴിയും? ആദ്യമായി നാം പരിശോധിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഖിലാഫത്തിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, വാദല്ലാഹുല്ലദീന അമനു മിൻകും വ അമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി
കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ നിങ്ങളെയും ഞാൻ ഭൂമിയിൽ ഖലീഫമാരാക്കുന്നതാണ് എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ വാഗ്ദാനം. വിശ്വാസികൾക്ക് അള്ളാഹുവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ സൂറ അന്നൂറിലെ ഈ വാഗ്ദാനം അള്ളാഹുവിൻ്റേതാകുമ്പോൾ ഇതെങ്ങനെ മനുഷ്യന് നിറവേറ്റാനാകും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. ഖലീഫയെ തിരഞ്ഞെടുക്കുന്നത് ഇനി കൂടിയാലോചനയും വോട്ടിങ്ങും തിരഞ്ഞെടുപ്പും എല്ലാം വിശ്വാസികളുടെ പ്രവർത്തികളാണെങ്കിൽ തന്നെയും ഈ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് വോട്ട് ചെയ്യാനുള്ള നിഗൂഢമായൊരു പ്രേരണ അള്ളാഹുവാൽ ജനഹൃദയങ്ങളിൽ ചെലുത്തപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നുള്ളത്. ഈ പ്രക്രിയയിൽ ഭാഗവാക്കായിട്ടുള്ള അംഗങ്ങളെ സർവശക്തനായ അള്ളാഹു സ്വയം തന്നെ നിയന്ത്രിക്കുകയും നയിക്കുകയും അവരെ കൊണ്ട് അള്ളാഹുവിൻ്റെ ഇംഗിതത്തിനനുസരിച്ച ഒരു ഖലീഫയെ തിരഞ്ഞെടുപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹു തന്നെയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ തന്നെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവൃത്തികളായി മാറുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധവേളയിൽ ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് എതിരാളികളുടെ ദിശയിലേക്ക് എറിഞ്ഞ സംഭവത്തെ ആണ് ഈ ആയത്തിൽ സ്മരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ആയത്തിൽ അള്ളാഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവൃത്തിയെ സ്വന്തം പ്രവൃത്തിയായി അള്ളാഹുവിൻ്റെ പ്രവൃത്തിയായി കൊണ്ട് തന്നെയാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമുള്ള ആ സംഭവ വികാസങ്ങൾ നമുക്ക് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഈ തിരഞ്ഞെടുപ്പ് വിശ്വാസികളുടെ കൂടിയാലോചനയിലൂടെ അവരുടെ തിരഞ്ഞെടുപ്പ് മുഖേനയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഖിലാഫത്തിൻ്റെ പദവി പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെടുകയില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല സത്യവിശ്വാസികൾക്ക് ഒരു സമയത്ത് ഒരു ഖലീഫ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആ സംഭവം എന്നുള്ളത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തിന് ശേഷം അന്നത്തെ ആ സന്ദർഭത്തിൽ സഖീഫ ബനു സഈദയിൽ വെച്ച് അൻസാരിങ്ങൾ അവരിൽപ്പെട്ട സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാൻ ഒരുങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഹസ്രത്ത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും അവിടെ എത്തുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തിരുശരീരം മറവ് ചെയ്യുക എന്നുള്ളത് അതീവ പ്രാധാന്യമുള്ള വിഷയമാണ്, തീർച്ചയായും മുൻഗണന അർഹിക്കേണ്ട വിഷയമാണ്. പക്ഷേ പ്രവാചകൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ തെറ്റായ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ തന്നെ മുസ്ലിങ്ങളുടെ തന്നെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഈ ഒരു സഖീഫ ബനു സഈദയിലേക്ക് എത്തിച്ചേരുന്നത്. ആ സന്ദർഭത്തിൽ അവിടെ രണ്ട് കൂട്ടർക്കും, അതായത് അൻസാറുകൾക്ക് ഒരു ഖലീഫയും മുഹാജിറുകൾക്ക് മറ്റൊരു ഖലീഫയും ആവാം എന്നൊരു അഭിപ്രായമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായിക്കൊണ്ട് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേന്മകളെ പറ്റിയും തൻ്റെ അഭാവത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമസ്കരിക്കാൻ നിയോഗിച്ചതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ സഖീഫ ബനു സഈദിൽ വെച്ച് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൈകളിൽ സഹാബാക്കൾ ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കുകയും ചെയ്തു. താങ്കളിപ്പോൾ ഇലക്ട്രൽ കോളേജിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രൽ കോളേജ് എങ്ങനെയാണ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൽ രൂപീകരിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ ഇലക്ട്രൽ കോളേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഇലക്ട്രൽ കോളേജ് ആദ്യമായി പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രൽ കോളേജിൽ മുതിർന്ന പണ്ഡിതന്മാരും ദീനിനായിട്ട് ജീവിതം ത്യാഗം ചെയ്തിട്ടുള്ള വഖഫെ സിന്ദഗികളും മുതിർന്ന വഖഫെ സിന്ദഗികളും വിവിധ വകുപ്പുകളുടെയും പോഷക സംഘടനകളുടെയും മേധാവിമാരും നാസിർമാരും സദർമാരുമാണ് ഇതിൽ മെമ്പർമാരായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വോട്ടിൻ്റെ രീതി തുറന്ന നിലയിലാണ്. ബാലറ്റ് വോട്ടിംഗ് ഇല്ല. അതുപോലെ തന്നെ മുൻപേ നോമിനേഷൻ സമർപ്പിക്കാൻ സാധിക്കില്ല. ഇലക്ട്രൽ കോളേജ് തുടങ്ങുന്നതിന് മുമ്പ് ആരുടെയും നാമനിർദ്ദേശം ചെയ്യാനും പറ്റില്ല. ആരും ആർക്കു വേണ്ടിയും പ്രചരണ പരിപാടികളും നടത്താൻ പാടുള്ളതല്ല. ഇത് ഇലക്ട്രൽ കോളേജിന് പുറത്തും ബാധകമാണ്. ഇലക്ട്രൽ കോളേജ് ശാന്തമായി അള്ളാഹുവോട് ദുആ ചെയ്ത് അവരുടെ മെമ്പർമാരെല്ലാം ഒത്തുകൂടി ആരെങ്കിലും നാമനിർദ്ദേശം ചെയ്യും. അതിനുശേഷം കൈ പൊക്കിക്കൊണ്ടുള്ള തുറന്ന രീതിയിലുള്ള വോട്ടിംഗാണ് ഇതിൽ നടക്കുന്നത്. ഖലീഫയെ തിരഞ്ഞെടുത്തതിന് ശേഷം നാമനിർദ്ദേശം വന്ന പേരുകൾ എല്ലാവരും തന്നെ വിസ്മരിച്ചു കളയുകയും അതിനുശേഷം ഈ പേരുകൾ വന്ന കാര്യം തന്നെ ആരും ഓർമ്മിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം.
ഈ വോട്ടിങ്ങിനും തിരഞ്ഞെടുപ്പിനും ശേഷം എല്ലാ മെമ്പർമാരും ജമാഅത്ത് അംഗങ്ങളും ആ ഖലീഫയ്ക്ക് ബയ്യത്ത് ചെയ്തുകൊണ്ട് അനുസരണം പ്രതിജ്ഞ ചെയ്യുകയാണ്. മറ്റൊരു പ്രസക്തമായ കാര്യം, ഖലീഫയുടെ ജീവിത കാലഘട്ടത്തിൽ ഈ ഇലക്ട്രൽ കോളേജ് പൂർണ്ണമായും നിർജ്ജീവമായ സ്ഥിതിയിലായിരിക്കും. ഖലീഫയുടെ തീരുമാനങ്ങളിലോ അല്ലെങ്കിൽ ഖലീഫയ്ക്ക് ഉപദേശങ്ങൾ നൽകുന്നതിലോ ഒന്നും തന്നെ ഈ സമിതിക്ക്, ഇലക്ട്രൽ കോളേജിന് ഒരു റോളും ഉണ്ടായിരിക്കില്ല. ഇലക്ട്രൽ കോളേജിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അദ്നാൻ സാഹിബ് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ചേർന്ന 2 പണ്ഡിതന്മാർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അള്ളാഹു നമുക്ക് ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ ഈ ഇസ്ലാമിക അധ്യാപനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുമുള്ള തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.